അതൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണിക്കായിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഇതെല്ലാം കൂടിയിട്ട് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ സൈഡൊക്കെ ഒന്ന് കത്തിക്കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ട് മസാല പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല പിടിച്ച് കിട്ടിക്കോളും. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. കാഷ്യൂ നട്ട്സിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 2 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി സവാള ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ പീസസും ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് ആകുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 5 മിനിറ്റ് കൂടി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ കഷ്ണങ്ങളായതുകൊണ്ട് കുറച്ചധികം സമയം എടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് അധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മുക്കി പൊരിച്ചെടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ 2 സൈഡും നമ്മൾ 5 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടി എല്ലാ സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് കളറൊക്കെ നന്നായി മാറിക്കിട്ടും വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള അരിയൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇവിടെ 250 ഗ്രാമിൻ്റെ കപ്പിൽ 3 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മളിന്ന് കുക്കറിലാണ് അരി വേവിച്ചെടുക്കുന്നത്. ഈ അരി 3-4 വട്ടം നന്നായി കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് മാത്രം വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വയ്ക്കാം. വലിയ ബസുമതി റൈസ് ആണെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. തീരെ ചെറിയ ജീരകശാല അരിയാണെങ്കിൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കുക്കറിൽ വേവിക്കാതെ നേരിട്ട് വെള്ളത്തിലൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം കുക്കറിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്കായ, 1 കഷ്ണം പട്ട ഇത് 3 ചേർത്തിട്ട് ഒരു 10 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ട് 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അരി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 4-5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിൽ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിന്നാൽ മാത്രമേ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിടിച്ച് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചെടുക്കാം. കുക്കറൊന്ന് വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു സ്റ്റൗവിൽ ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ദമ്മിടുന്ന അതേ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 സെക്കൻഡ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 4 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ 8-10 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുത്ത് സവാളയുടെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 4 തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും 5-6 മിനിറ്റ് കൂടി തക്കാളി നന്നായി വെന്തുടയും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഇഞ്ച് നീളത്തിലുള്ള 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 3 കുടം വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതിരിക്കാനായിട്ട് എപ്പോഴും ഇഞ്ചിയേക്കാൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറാനായിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടെ തന്നെ 1 ടീസ്പൂൺ വീട്ടിൽ പൊടിച്ചെടുത്ത ബിരിയാണി മസാല കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ബിരിയാണി മസാല വെച്ചിട്ട് നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. മസാലകളെല്ലാം ചേർത്തിട്ട് എല്ലാത്തിൻ്റെയും പച്ചമണം മാറാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർക്കുമ്പോൾ എപ്പോഴും അധികം പുളിയില്ലാത്ത ഒരു മീഡിയം പുളിയിലുള്ള തൈര് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ചിക്കൻ്റെ എല്ലായിടത്തേക്കും മസാലയൊക്കെ അകത്തൊക്കെ വിധത്തിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ച് കിട്ടിയാൽ 2 മിനിറ്റ് കൂടി പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നീട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഗ്രേവി കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അടി പിടിക്കാതിരിക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലോട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുത്ത് ഒന്ന് ദമ്മിടാനായിട്ട് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ ചോറും ചിക്കനും 2 ലെയറായിട്ട് ഇട്ടിട്ട് ദമ്മിടാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട് ഒറ്റ ലെയറായിട്ടാണ് നമ്മൾ ദമ്മിട്ടെടുക്കുന്നത്. ചോറെല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും നിരത്തിയിട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള എല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലോട്ട് 1 ടീസ്പൂൺ നെയ്യും അവസാനമായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയിൽ നിന്നും 1/2 ടീസ്പൂൺ ബിരിയാണി മസാല എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് വിതറി കൊടുക്കാം. ഇതെല്ലാം വളരെ പെട്ടെന്ന് ബിരിയാണിയുടെ ചൂട് പോകുമ്പോൾ ചെയ്തിട്ട് നമുക്ക് മൂടിയൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കണം. 10 മിനിറ്റിന് ശേഷം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ മൂടി തുറക്കാവൂ. ഇവിടെ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറും ചിക്കനും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ബിരിയാണിയൊക്കെ കാണാനായിട്ട് കുറച്ച് ഭംഗിയും കളറൊക്കെ വേണമെന്ന് തോന്നുന്നവർക്ക് 2-3 ടേബിൾ സ്പൂൺ പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ദമ്മിടാൻ നേരം ചോറിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ബിരിയാണിക്ക് ഹോട്ടലിലേതുപോലെയുള്ള സ്മെല്ലൊക്കെ വേണമെങ്കിൽ ചോറ് വേവിക്കുന്ന വെള്ളത്തിലേക്ക് 1-2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ പൈനാപ്പിൾ കഷ്ണങ്ങൾ മുറിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രാൻഡിലുള്ള അരി വെച്ചിട്ട് ബിരിയാണി ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ബ്രാൻഡ് ചോദിച്ചു വാങ്ങാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ കുക്കറിൽ വെച്ചിട്ട് അരി വേവിക്കുമ്പോൾ ചെറിയ ജീരകശാല അരിയൊക്കെ ആണെങ്കിൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കുക്കറിൽ വേവിക്കാതെ വെള്ളത്തിലൊന്ന് വേവിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു മെത്തേഡിൽ നമ്മൾ ബീഫ് ബിരിയാണിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മടി കാണിക്കരുത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.